വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഉലുവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഉലുവയുടെ ഉപയോഗം പല ആളുകൾക്കും അത്ര വലിയ അറിവില്ല. എന്നാൽ ഉലുവ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണമാണ് നൽകുന്നത്. ഉലുവ എന്ന് പറയുന്നത് വളരെ കയ്പേറിയ ഒരു വസ്തുവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചാനൽസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ അയക്കുക. ഉലുവയ്ക്ക് തിക്ത ഗുണമാണ് അധികമായിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉലുവ നമ്മൾക്ക് കയ്പേറിയതായി തോന്നും. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നും ഉലുവ കഴിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഉലുവയ്ക്ക് വലിയ ഒരു ഗുണമാണ് നമ്മുടെ ശരീരത്തിൽ നൽകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉലുവ നിങ്ങൾ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വേണം അത് ഉപയോഗിക്കാൻ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉലുവയുടെ മൊത്തവും സത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതിന് ഉലുവ നമ്മൾക്ക് രാത്രി ഒരു പിടി അല്ലെങ്കിൽ അരപ്പിടിയോ ഉലുവയോ നമ്മൾക്ക് വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾക്ക് രാവിലെ ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കുടിച്ച് ഉലുവയും കഴിക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ രക്തവുമായി അത് സംയോജിക്കുകയും അതുവഴി നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. എന്നും പറഞ്ഞ് പൂർണ്ണമായി മാറും എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നു. കൊളസ്ട്രോള് വന്ന് അത് കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും ഉലുവയുടെ ഉപയോഗം വളരെ ഗുണം ചെയ്യുന്നതാണ്. ഉലുവ പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ പ്രശ്നമുള്ളവർക്ക് ഉലുവ കഴിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പഞ്ചസാരയുടെ അളവിനെ കുറച്ച് ഗ്ലൂക്കോസിൻ്റെ അളവും കുറയ്ക്കാൻ ഉലുവ നിരന്തരം കഴിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവ നിങ്ങൾ പ്രധാനമായും മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. കാരണം മുളപ്പിച്ച് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന എൻസൈമുകളെ അത് വിഘടിപ്പിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ഇത് നമുക്ക് ദഹനത്തിനും വളരെ മെച്ചമായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. ദഹന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു. ഉലുവയിൽ ധാരാളമായിട്ട് ഈസ്ട്രജൻ ഘടകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്നതിനാൽ അത് സ്ത്രീകളുടെ എല്ലാ രോഗങ്ങൾക്കും വളരെ ഗുണം ചെയ്യുന്നതാണ് ഉലുവ. സ്ത്രീകൾ ഉലുവ കഴിക്കുന്നത് കൊണ്ട് അവരുടെ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തെ നല്ല ഹോർമോണുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഉലുവ കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. നിങ്ങൾ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നതാണ് വളരെ ഗുണകരമായി പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഉലുവ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ചർമ്മത്തിൽ മുഖക്കുരു, അതുപോലെ തന്നെ മുഖത്ത് പാടുകൾ, അതുപോലെ വര എന്നിങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉലുവ നല്ലൊരു പരിഹാരമാണ്. കാരണം ഇത് നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രധാനമായും പറയുന്നത് സ്കിന്നിലെ ഈർപ്പത്തെ വലിച്ചെടുക്കുന്നു. അതുപോലെ മുഖക്കുരു, ആണി എന്നിങ്ങനെ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ മുഖത്തുണ്ടാകുന്ന എണ്ണമയം എന്നിവയെല്ലാം മാറുന്നതിനും, അതുപോലെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി മുഖം പാടുവന്ന ആളുകൾക്ക് അവരുടെ പാട് പൂർവാധികമായിട്ട് മാറാനുമൊക്കെ ഈ ഉലുവ മുഖത്ത് അരച്ച് തേക്കുന്നതും വളരെ ഗുണകരമാണ്. നാച്ചുറലായിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് ഉലുവ. കാരണം ഇത് നമ്മളുടെ സ്കിന്നിലുള്ള എല്ലാ മൃതകോശങ്ങളെയും പൂർവാധികം ഇല്ലാതാക്കാൻ ഉലുവയ്ക്ക് കഴിയുന്നു. അതുപോലെ കുട്ടികൾക്ക് അവരുടെ
മാതാവിൽ നിന്നും പാലുകുടി ഇല്ലാതാക്കുന്നതിനും എല്ലാം ഉലുവ നമ്മൾക്ക് അരച്ചുപയോഗിക്കാവുന്നതാണ്. ഉലുവയ്ക്ക് ഈ രീതിയിൽ ഒത്തിരി ഗുണങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഉലുവയ്ക്ക് ചെറിയ ദോഷവശങ്ങൾ കൂടിയുണ്ട്. ഇത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു. അപ്പം പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ കുറവുള്ള ആളുകൾ ഉലുവ അധികമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പഞ്ചസാരയുടെ തോത് വീണ്ടും അവരുടെ ശരീരത്തിൽ കുറയാനിടയാകുന്നു. ഇത് അവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇത് അമിതമായി ഉപയോഗിക്കുന്നവരിൽ പാൻക്രിയാസ് രോഗം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. അപ്പോൾ ഇതൊരളവിൽ കൂടുതൽ ആരുപയോഗിച്ചാലും അത് ദോഷമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ pH നിലവാരം ഉയർത്താനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.